ഇന്നൊരു ഓഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. 6 ദിവസത്തെ ഡ്യൂട്ടിക്ക് ശേഷം ഒരു ഓഫ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ തലേ ദിവസം മുതൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കാരണം ആ ഓഫ് ഡേ തീരാതെ നോക്കണം, എന്നാലേ അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. രാവിലെ എണീറ്റ് വന്നാൽ ഈ ചെടികളോട് മിണ്ടിയും പറയും, ഇതൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അതാദ്യം സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ചായ ഇട്ടിട്ട് ആ ചായ ഒഴിച്ച് ചൂടോടുകൂടി കുറച്ച് നേരം ഇരുന്ന് അതങ്ങ് ആസ്വദിച്ച് കുടിക്കുക. അത് കഴിഞ്ഞുള്ളൂ ബാക്കി പണികളൊക്കെ. കാരണം ഓഫ് ഡേ ആണ്, നല്ല രീതിയിൽ ഉറങ്ങാതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഓഫ് കിട്ടിയെന്നുള്ള ആ ഒരു ബോധം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഉടനെ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓഫ് അങ്ങനെ അങ്ങ് പോയതുപോലെ തോന്നും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഉറങ്ങി തീർക്കുന്ന വ്യക്തികളാണോ അല്ലയോ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കിയത്. ഇടിയപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ വയ്ക്കുക. പിന്നെ അതിന് ശേഷം ഹെയർ കെയറും ഫേസ് കെയറും മസ്റ്റാണ്. ആദ്യം കുറച്ച് ഓയിൽ തലയിൽ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെക്കും. അത് ഫുള്ള് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഇടിയപ്പം മുട്ടക്കറി അപ്പോഴത്തേക്ക് റെഡിയായി. പിന്നെ അതങ്ങ് തട്ടി. അതിനുശേഷം വാഷിങ്ങാണ്. വാഷിങ്ങും യൂണിഫോമും അല്ലാത്ത തുണികളെല്ലാം വാഷ് ചെയ്യും. ഒരുമിച്ച് ഒരു ദിവസമാണ് ഇത് വാഷ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് മത്തി കിട്ടി. ആ മത്തി ക്ലീൻ ആക്കാനായിട്ട് വെച്ചു. അതൊക്കെ കറി വെച്ച് കേട്ടോ, അത് വീഡിയോ ഒന്നും ഇല്ല. അതെല്ലാം കറി വെച്ചു. പിന്നെ കുറച്ച് ഫേസ് കെയർ, ഹെയറിന് എന്തായാലും കെയർ കൊടുക്കുന്ന കൂടുതൽ ഫേസും ചെയ്യുമല്ലോ. ആ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശമാവാണ്. നമ്മുടെ കൊറിയൻ ഫേസ് പാക്ക് അരി മാവ് വെച്ചിട്ടല്ലേ. അപ്പം ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പക്ഷേ നല്ല എഫക്റ്റീവാണ് കേട്ടോ. ബാക്കി വന്ന് ദോശയുടെ മാവും അപ്പത്തിൻ്റെ മാവും ഒക്കെ എടുത്ത് വെച്ച് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യും. പക്ഷേ ഓക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹെയർ കെയറിന് എന്താ അപ്ലൈ ചെയ്യുന്നുള്ള മാസ്ക് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അത് ഹെയറിൽ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം ക്ലീനിങ്, ബാക്കി പണികളെല്ലാം തീർത്തതിന് ശേഷം ക്ലീനിങ് ലാസ്റ്റ് മുടിയിലും എല്ലാം റെഡിയാക്കി വെച്ച് അതിന് ശേഷം നല്ല ഷാമ്പു ഇട്ടുള്ളൊരു കുളിച്ചതിന് ശേഷം നമ്മൾ ലുലുവിൽ പുറത്തോട്ട് പോവുകയാണ്. ലുലുവിൻ്റെ അതിലെയാണ് ദാസേറ്റ് പാർക്കിലാണ് പോയത് ഇന്നൊന്ന് വൈകിട്ട്. പാർക്കിൽ ചൂടായതുകൊണ്ട് പുറത്തോട്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും പോകാമെന്ന് വിചാരിച്ചിറങ്ങി. ചെന്നപ്പോഴത്തേക്ക് നല്ല ക്ലൈമറ്റ്, നല്ല കാറ്റൊക്കെ ഉള്ള കണ്ടോ, നല്ല കാറ്റൊക്കെ ഉണ്ട്. കാറ്റുള്ള നല്ല തണുത്തൊരു ക്ലൈമറ്റ്, ചൂടുമല്ല തണുപ്പുമല്ലാത്തൊരു രീതിയിൽ. അങ്ങനെ ഇന്നത്തെ ഓഫ് ഡേ കഴിഞ്ഞു കേട്ടോ.